കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാനിനും അവരുടെ ഇസ്ലാമിനും കാവലിരുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാന മണ്ഡലങ്ങളിൽ ഇടം പിടിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ സമ്മേളനങ്ങളിലൂടെയായിരുന്നു. നാളിതുവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 28ഓളം സമ്മേളനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ അത് എല്ലാ അർത്ഥത്തിലും മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കുമുള്ള കാരണമായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിടുമ്പോൾ 28ഓളം സമ്മേളനങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ അത് വൻ ജനപങ്കാളിത്തമുള്ള സമ്മേളനങ്ങളായിരുന്നുവെന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. 1927 മുതൽ 1944 വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 15ഓളം വാർഷിക സമ്മേളനങ്ങളാണ് നടന്നത്. ആ 15ഓളം വാർഷിക സമ്മേളനങ്ങൾ 1927ൻ്റെയും 44ൻ്റെയും ഇടയിൽ 15ഓളം വാർഷിക സമ്മേളനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തി. എന്നാൽ പിന്നീട് 1944 ശേഷം സമസ്തയുടെ സമ്മേളനങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൊണ്ടായിരുന്നു പണ്ഡിതന്മാർ നടത്തിയത്. ആദ്യകാലത്ത് നിരന്തരമായ സമ്മേളനങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് സമ്മേളനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങളിലേക്ക് ആയിന്നിറങ്ങിയതോടുകൂടെ സമ്മേളനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും മുന്നേറ്റത്തിനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഊന്നൽ നൽകിയത് എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1ാമത്തെ സമ്മേളനം നടന്നത് മലപ്പുറം ജില്ലയിലെ താനൂരിൽ വെച്ചാണ്. താനൂരിൽ ഇസ്ലാഹുൽ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മഹത്തായ മദ്രസ, മഹത്തായ പള്ളി ദർസ് നടന്നിരുന്ന സ്ഥലമാണ് താനൂർ. ആ താനൂരിൽ 1927 ഫെബ്രുവരി 7-നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1ാം വാർഷിക സമ്മേളനവും താനൂർ ഇസ്ലാഹുൽ ഉലൂമുദ്ദീൻ്റെ 2ാം വാർഷിക സമ്മേളനവും നടന്നത് എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം ഫെബ്രുവരി 7-നാണ് നടന്നത് എങ്കിൽ താനൂരിലെ ഇസ്ലാഹുൽ ഉലൂമുദ്ദീൻ മദ്രസയുടെ വാർഷികാഘോഷം നടന്നത് ഫെബ്രുവരി 6-നായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 1ാം വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിലെ ബാനിയും അവിടുത്തെ പ്രിൻസിപ്പാളുമൊക്കെ ആയിരുന്ന മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ മകൻ മൗലാന ദിയാഉദ്ദീൻ മുഹമ്മദ് ഹസ്രത്തായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1ാം വാർഷികത്തിന്റെ അധ്യക്ഷൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 1ാം വാർഷികം അന്ന് കേരളത്തിൽ വേരൂന്നിയിരുന്ന ഖാദിയാനിസത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 1ാം വാർഷിക സമ്മേളനം അരങ്ങേറുന്നത്. അന്ന് ഖാദിയാനിസത്തിനെതിരെ പൊളിച്ചെഴുതുന്ന നിരവധി പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആ സമ്മേളനത്തിൽ നടന്നുവെന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതേ വർഷം തന്നെ സമസ്തയുടെ 2ാം വാർഷികവും നടത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ആ സമ്മേളനം അവസാനിപ്പിച്ചത്. അങ്ങനെയാണ് 2ാം വാർഷിക സമ്മേളനം 1927 ഡിസംബർ 31-ന് പാലക്കാട് ജില്ലയിലെ മോഡൂരിൽ വെച്ച് നടക്കുന്നത്. ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബ് പ്രസിഡന്റായിട്ടുള്ള ലിവാ ഉൽ ഇസ്ലാം മദ്രസയുടെ സഭയുടെ കീഴിൽ അവിടെ മിസ്ബാഹുൽ ഇസ്ലാം എന്ന നാമധേയത്തിൽ ഒരു മദ്രസ നടന്നിരുന്നു, ഒരു ഉന്നത ദർസ് നടന്നിരുന്നു. ആ ദർസിന്റെ പശ്ചാത്തലത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ 2ാം വാർഷിക സമ്മേളനം നടത്തുന്നത്. അവിടെ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. ആ സമ്മേളനത്തിൽ അഥവാ 1927 ഡിസംബർ 31-ന് നടന്ന ആ സമ്മേളനത്തിൽ 500 രൂപ പിരിച്ചു കിട്ടിയെന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ കാലത്ത് ലക്ഷങ്ങളുടെ മൂല്യമുള്ള പണമാണ് 500 രൂപ എന്ന് പറയുന്നത്. പിന്നീട് 1929 ജനുവരി 7-ന് ചെമ്മൻകുഴിയിലാണ് സമസ്തയുടെ 3ാമത്തെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിൽക്കാലത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ മൗലാന അബ്ദുൽ ബാരി ഉസ്താദാണ്.
അബ്ദുൽ ബാരി ഉസ്താദായിരുന്നു ആ സമ്മേളനത്തിന്റെ ചമ്മൻകുടിയിൽ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. മവാരിദുസ്സാലിഹീൻ അറബി മദ്രസ എന്ന പേരിൽ ചമ്മൻകുഴിയിൽ ഒരു വലിയ ഉന്നത ദർസ് നടന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അൽ ബയാൻ എന്ന് പറയുന്ന സമസ്തയുടെ മുഖപത്രം, സാഹിത്യ രംഗത്ത് മുന്നേറ്റുള്ള ചലനത്തിന് വേണ്ടിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അൽ ബയാൻ എന്ന് പറയുന്ന പത്രം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ 1929 ഡിസംബറിലാണ് അൽ ബയാൻ പുറത്തിറങ്ങുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ 3 സമ്മേളനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 സമ്മേളനങ്ങളും നടന്നിരുന്നത് അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നതമായ ദർസുകൾ, പള്ളി ദർസുകൾ നടന്നിരുന്ന സ്ഥലത്തായിരുന്നു ഈ 3 സമ്മേളനങ്ങളും നടന്നത്. ഒന്നാമത്തെ സമ്മേളനം താനൂരിലാണ് നടന്നത്, രണ്ടാമത്തെ സമ്മേളനം മോഡൂരിലാണ് നടന്നത്, മൂന്നാമത്തെ സമ്മേളനം ചമ്മൻകുടിയിലുമാണ്. ഈ 3 സ്ഥലങ്ങളിലും വളരെ പ്രമാദമായ രീതിയിൽ പള്ളി ദർസുകൾ നടന്നിരുന്നു. ആ പള്ളി ദർസുകളുടെ പ്രഭാവത്തിന് കോട്ടം തട്ടുമെന്ന് കാലം വിധി എഴുതുമ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ സമ്മേളനങ്ങൾ നടക്കുന്നത്. അങ്ങനെ സമ്മേളനങ്ങൾ നടത്തിയതോടുകൂടെ അവിടെ വലിയ പണ്ഡിത സാന്നിധ്യം രൂപപ്പെടുകയും അവിടെ ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചിരിക്കുകയും ചെയ്തപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ഇടപെടലോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന പള്ളി ദർസുകൾ ഒന്നുകൂടി പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ ഉമ്മത്തിന് ഉപകരിക്കുന്ന രീതിയിൽ, സമുദായത്തിന് ഉപകരിക്കുന്ന രീതിയിൽ, സമുദായത്തിന്റെ പാരമ്പര്യ രീതിയെ അടിയുറച്ചു നിർത്തുന്ന രീതിയിലായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 3 സമ്മേളനങ്ങളും ആദ്യത്തെ 3 സമ്മേളനങ്ങളും നടന്നിരുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഈ സമ്മേളനം വളരെ പ്രമാദമായ സമ്മേളനമാണ്. അന്ന് 1933 മാർച്ച് 5 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ ഈ കേരളത്തിലുള്ള വഹാബികൾ ഈ സമ്മേളനം മുടക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ യാതൊരു അവകാശവുമില്ല എന്ന് വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെയുള്ള വഹാബികൾ ക്ഷണിച്ചപ്പോൾ മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്ന മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് നിങ്ങളുടെ സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നും ഞങ്ങളുടെ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നും ഞങ്ങൾ നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷികമാണ് എന്നും മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫറോക്കിൽ വെച്ച് നടക്കുകയാണ് ഉണ്ടായത്. ആ സമ്മേളനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശ്രദ്ധേയമായ മറ്റൊരു സമ്മേളനം. 1000-ഓളം മുസ്ലിയാക്കന്മാരും അനവധി പൗരപ്രമാണികളും പൊതുജനങ്ങളും കൂടി 10,000-ൽ പരം ജനങ്ങൾ ആ സമ്മേളനത്തിൽ സംഘടിച്ചിരുന്നുവെന്ന് അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് ആ സമ്മേളനത്തിൽ 15ഓളം പ്രമേയങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവതരിപ്പിച്ചത്. 15ഓളം പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ആ പ്രമേയങ്ങളൊക്കെ അന്ന് 15 പ്രമേയങ്ങൾ ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ആ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളൊക്കെ അന്ന് 5 രാവിലെ അഥവാ മാർച്ച് 5 രാവിലെ 8 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയെ അംഗീകരിച്ചുകൊണ്ടാണ് ആ 15 പ്രമേയങ്ങളും അവതരിപ്പിക്കപ്പെട്ടത്. ആ കേരളീയ മുസ്ലിം സമൂഹത്തെ എന്നല്ല, പിൽക്കാലത്ത് ലോകത്തിന് ആകമാനം സ്വാധീനിച്ച ഒരു പ്രമേയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഫറോക്ക് സമ്മേളനത്തിനാണ് പുറപ്പെടുവിക്കുന്നത്. ഖാദിയാനികൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്ന വളരെ കൃത്യമായ പ്രമേയം. ആ പ്രമേയം പിൽക്കാലത്ത് ലോകം മുഴുവൻ അംഗീകരിച്ചു. ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി ഖാദിയാനികൾ മുസ്ലിങ്ങളല്ല എന്ന് ആദ്യമായി പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്നത് ഫറോക്ക് സമ്മേളനത്തിലായിരുന്നുവെന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അന്ന് നടന്ന 15 പ്രമേയങ്ങളിൽ മിക്കവയും വഹാബിസത്തെയും ഇവിടെയുള്ള ബിദ്അത്തിന്റെ പ്രവണതകളെയും എതിർക്കുന്നതായിരുന്നുവെന്ന് അന്നത്തെ ആ പ്രമേയങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 6ാം സമ്മേളനം നടക്കുന്നത്. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 6ാം സമ്മേളനത്തിന് ശേഷം പിന്നീട് നമ്മൾക്ക് 6ാം സമ്മേളനത്തിന് ശേഷം 15ാം സമ്മേളനം വരെയുള്ള സമ്മേളനങ്ങൾ എവിടെയൊക്കെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ 9 സമ്മേളനങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്ന് പിൻകാലത്തുള്ള സമ്മേളന ലിസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 16ാം സമ്മേളനം
കാര്യവട്ടത്താണ് നടന്നത്. മലപ്പുറം ജില്ലയിലെ പട്ടിക്കാടിനടുത്തുള്ള കാര്യവട്ടത്ത് ആണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 16ാം വാർഷിക മഹാസമ്മേളനം അരങ്ങേറുന്നത്. ആ സമ്മേളനം അതുപോലെ തന്നെ ഫറോക്ക് സമ്മേളനത്തെ പോലെ തന്നെ വളരെ ശ്രദ്ധയാകർഷിച്ച സമ്മേളനമായിരുന്നു കാര്യവട്ടം സമ്മേളനം. 1945 മെയ് 27, 28 തീയതികളിലായിരുന്നു കാര്യവട്ടത്ത് ആ സമ്മേളനം നടന്നത്. ഈ സമ്മേളനം വളരെ പ്രമാദമായ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ മുന്നോട്ട് ഉയർന്നു വരുന്നത്. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാടിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉയർന്നു വരുന്നത് കാര്യവട്ടം സമ്മേളനത്തോടുകൂടെയാണ്. കാര്യവട്ടം സമ്മേളനത്തിനാണ് കേരളീയ മുസ്ലിം സമൂഹത്തെ മുഴുവൻ, സുന്നി ആചാരങ്ങളെ മുഴുവൻ ശിർക്കാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വഹാബികൾ പുറത്തിറക്കിയ തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം ഈ സമ്മേളനത്തിൽ തൊട്ടു മുമ്പായി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പ്രസിദ്ധീകരണത്തിന് മഹാനായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലു സദീദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഖണ്ഡനം എഴുതിയിരുന്നു. ആ ഖണ്ഡനത്തിന് എല്ലാവിധ ആശീർവാദവും നൽകിയത് മഹാനായ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നേതാവായിരുന്ന, കേരളത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായിരുന്ന മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അൽ ഖൗലു സദീദ് എന്ന് പറയുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ ഗ്രന്ഥത്തിന് ആശീർവാദം നൽകിയിരുന്നു. ആ ഗ്രന്ഥത്തിന് ആശീർവാദം നൽകിയതോടുകൂടെ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായി അൽ ഖൗലു സദീദ് മാറുമ്പോൾ കേരളത്തിലെ വഹാബികൾക്ക് അത് പിടിച്ചില്ല. അവർ 1945 മെയ് 27, 28 തീയതികളിൽ സമ്മേളനം നടത്താനും മെയ് 29 വഹാബികളുമായി സംവാദം നടത്താനുമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചിരുന്നത്. 29 വഹാബികളുമായി സംവാദം നടത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിക്കുകയും അവരെ അതിനുവേണ്ടി ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അൽ ഖൗലു സദീദിന്റെ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, അൽ ഖൗലു സദീദിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ തങ്ങളുടെ സംവാദത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് എന്ന് വളരെ കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അൽ ഖൗലു സദീദിന് ആശീർവാദം നൽകിയ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷം വഹിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്താൽ അവിടെ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് നോട്ടീസ് അയച്ചു വഹാബികൾ. അങ്ങനെയാണ് വഹാബികൾ അതിൽ നിന്ന് പിന്മാറുന്നത്. അങ്ങനെയാണ് വഹാബികൾ സംവാദത്തിൽ നിന്ന് പിന്മാറുന്നത്. മെയ് 29 തീരുമാനിച്ചിരുന്ന സംവാദത്തിൽ നിന്ന് വഹാബികൾ പിന്മാറി. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പങ്കെടുക്കുന്ന വേദിയിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അന്ന് കാര്യവട്ടത്തിൽ നടന്ന സമ്മേളനത്തിൽ വളരെ കൃത്യമായി പ്രമേയം അവതരിപ്പിച്ചു. കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ ആക്ഷേപിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗുരുവര്യരായിരുന്ന ആ മഹാസ്വാത്വികനായ പണ്ഡിതൻ പങ്കെടുക്കുന്ന സദസ്സിൽ അള്ളാഹുവിന്റെ ശാപമിറങ്ങുമെന്ന നികൃഷ്ടമായ വാദം ഉന്നയിക്കുന്ന നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാര്യവട്ടത്തിൽ നടന്ന സമ്മേളനത്തിലെ പ്രമേയാവതരണത്തിലൂടെ വളരെ കൃത്യമായി ആമില സംഗമം രൂപീകരിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിക്കുന്നത്. പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ലീഡറായി 9 മുഷാവറ അംഗങ്ങൾ മെമ്പർമാരായിട്ടും പ്രസിദ്ധീകരണ രംഗം സജീവമായ അൽ ബയാന്റെ പുനഃപ്രസിദ്ധീകരണം പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് പുനർസൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി, വളരെ വ്യക്തമായി, കൃത്യമായ ഇടപെടലുകളോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രസിദ്ധീകരണ രംഗം വളരെ സജീവമാക്കി. അഥവാ കാര്യവട്ടം സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ട സമ്മേളനമാണ്. ഈ സമ്മേളനത്തിനാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് ആമില സംഗമം എന്ന് പറയുന്ന പണ്ഡിതന്മാരിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു സംഘടനയല്ല സമസ്ത, അത് പൊതുജനങ്ങളിലേക്ക് കൂടി വ്യാപിക്കണം എന്ന തീരുമാനത്തിലെത്തുകയും അങ്ങനെ ആമില സംഘം രൂപീകരിക്കുകയും ചെയ്തത്. അതോടുകൂടെയാണ് പിന്നീട് 1954 SYS രൂപീകരിക്കുന്നത്. ഈ ഒരു സമ്മേളനത്തോടുകൂടെയാണ് 45 സമ്മേളനം ആമില സംഘം രൂപീകരിക്കാൻ തീരുമാനമെടുക്കുകയും പിന്നീട് അതിന്റെ ചടുലമായ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തതോടുകൂടെ 1954 SYS സുന്നി യുവജന സംഘം രൂപീകരിക്കപ്പെട്ടു.
അങ്ങനെ അതുപോലെ തന്നെയാണ് ഇശാഅത്ത് കമ്മിറ്റി പ്രസിദ്ധീകരണ രംഗത്ത് സജീവമായി. മാത്രമല്ല 1945 കാര്യവട്ടത്തിൽ നടന്ന ഈ സമ്മേളനത്തിനാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമിക മതവിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. ബാഫഖി തങ്ങൾ 1945 കാര്യവട്ടം സമ്മേളനത്തിൽ നടന്നിരുന്ന ബാഫഖി തങ്ങളുടെ പ്രസംഗത്തോടു കൂടെയാണ്. ബാഫഖി തങ്ങൾ അന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഇന്ത്യ സ്വതന്ത്രമാവാൻ പോവുകയാണ്. 1945 നടന്ന സമ്മേളനത്തിൽ ദീർഘദൃഷ്ടിയോടുകൂടെ അന്ന് രാഷ്ട്രീയക്കാരുമായി വലിയ അടുപ്പമുണ്ടായിരുന്ന ബാഫഖി തങ്ങൾ പറഞ്ഞു, ഇന്ത്യ സ്വതന്ത്രമാവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ നിന്ന് മതപഠനം മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ മക്കൾക്ക്, മുസ്ലിം സമൂഹത്തിന്റെ മക്കൾക്ക് അവരുടെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കാൻ നാം തയ്യാറാവണമെന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അന്ന് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തോടു കൂടെയാണ് പിന്നീട് 1950കളിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാകുന്നത് എന്ന് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അഥവാ കാര്യവട്ടം സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖത്തെ ഒന്നുകൂടി കേരളീയ മുസ്ലിം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതായിരുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ വ്യക്തമായ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1945 വരെയുള്ള സമ്മേളനങ്ങൾ കൃത്യമായ പ്രതിരോധങ്ങളുടെ സമ്മേളനങ്ങളായിരുന്നു. വഹാബിസത്തിനെതിരെ, കള്ളത്തൊരീക്കത്തുകൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ അന്ന് കേരളീയ മുസ്ലിം സമൂഹം നേരിട്ടിരുന്ന ഈ മാനികമായ പ്രശ്നങ്ങൾക്കെതിരായിരുന്നു 1945 വരെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ നടന്നിരുന്നത്. ആ സമ്മേളനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ഒട്ടുമുക്കാൽ പ്രമേയങ്ങളും വഹാബിസത്തിനെതിരെയും ബിദ്അത്തുകാർക്കെതിരെയും ഉള്ളതായിരുന്നു. അങ്ങനെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാത്രം 1945 വരെ ഊന്നി നിന്നിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നീടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്ക്, അവരുടെ വൈജ്ഞാനികമായ പുരോഗതികൾക്ക് പിന്നീടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വരുന്നത്. പിന്നീടാണ് അതിന് ചടുലമായ നേതൃത്വത്തോടുകൂടെ ആ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1945 ഈ സമ്മേളനങ്ങൾക്ക് ശേഷം പിന്നീട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വന്നു. പിന്നീട് 1960കളിൽ പട്ടിക്കാട് ജാമിയ നൂരിയ പോലെയുള്ള ഉന്നത അറബി കോളേജുകൾ കേരളത്തിൽ രൂപപ്പെട്ടു വന്നു എന്നത് വളരെ കൃത്യമായി നമ്മൾ എടുത്തു പറയേണ്ട സംഗതികളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 17ാം സമ്മേളനം പിന്നീട് മീഞ്ചന്തയിലാണ് നടക്കുന്നത്. 1947 മെയ് 15, 16, 17 തീയതികളിൽ മീഞ്ചന്തയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനം നടത്തിയത്. ഈ സമ്മേളനത്തിലേക്കും വഹാബികൾ ക്ഷണിച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, നിങ്ങളുമായി വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അന്ത സമ്മേളനത്തിലേക്ക് സംവാദത്തിന് വേണ്ടി അവരെ ക്ഷണിച്ചുവെങ്കിലും വഹാബികൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചിരുന്നത്, മീഞ്ചന്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് തെന്നിന്ത്യൻ മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ആദം ഹസ്രത്തായിരുന്നു. സമ്മേളനത്തിനോടനുബന്ധിച്ച് 1947 മാർച്ച് 15 ശനിയാഴ്ച മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ മുഷാവറ കൂടി. ആ മുഷാവറ കൂടി അംഗീകരിച്ചതാണ് മീഞ്ചന്ത പ്രമേയം. കുത്തുബ അനറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടാൻ പാടില്ല, കുത്തുബ അനറബി ഭാഷയിൽ പാരായണം ചെയ്യാൻ പാടില്ല എന്ന പ്രമേയം മീഞ്ചന്ത സമ്മേളനത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അമ്പരിപ്പിക്കുമാർ സമസ്ത മഹാനായ ശൈഖുന ശംസുൽ ഉലമ എന്നൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണമാണ് പിൽക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേരോട്ടം കേരളത്തിൽ തടഞ്ഞു നിർത്തിയത് എന്ന് വളരെ കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 19ാം സമ്മേളനം വടകരയിൽ വെച്ചാണ് നടന്നത്. വടകര ഹിമായത്തുൽ അനാം സഭ പ്രതിനിധികളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് 1951 മാർച്ച് 23, 24, 25 തീയതികളിൽ പാകിസ്ഥാൻ മൈതാനിയിൽ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 19ാം വാർഷിക മഹാസമ്മേളനം അരങ്ങേറുന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മദ്രാസ് ചീഫ് ഖാദിയും മുഫ്തിയുമായ മൗലാന മുഹമ്മദ് ഹബീബുല്ല സാഹിബായിരുന്നു. ഖലീലുർ റഹ്മാൻ ബീഹാരിയായിരുന്നു ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. ഈ സമ്മേളനത്തോടുകൂടെയാണ് വടകരയിൽ നടന്ന സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന മുഷാവറ യോഗത്തിനാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമയെ മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. തന്നെ മഹാനായ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരുന്നതും മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ. 1 ഫെബ്രുവരി 7, 8, 9 തീയതികളിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 21ാമത്തെ സമ്മേളനം കക്കാട് വെച്ച് നടക്കുന്നത്. കക്കാട് മിഫ്താഹുൽ ഉലൂം മദ്രസയുടെ സമീപം ആണ് ആ സമ്മേളനം നടന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 21ാമത്തെ സമീപത്ത് പുരാതന ക്ഷേത്രം ഉൾക്കൊള്ളുന്ന 7 ഏക്കർ വരുന്ന അമ്പലപ്പറമ്പിലാണ് ആനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 21ാമത്തെ വാർഷിക മഹാസമ്മേളനം അരങ്ങേറുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ മതകീയ ഐക്യത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായിട്ടായിരുന്നു ഈ സമ്മേളനം പ്പെട്ടത് എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിയിൽ നടന്ന ഈ സമ്മേളനം എന്തുകൊണ്ടും വളരെ കൃത്യമായ, വളരെ വ്യക്തമായ, പ്രൗഢമായ സമ്മേളനമായിരുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബി കുട്ടി ഹസൻ ഹാജിയും SM ജിഫ്രി തങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ കക്കാട്ട് ഹിന്ദു സമുദായ നേതാക്കളായ അപ്പു നായരെയും കുട്ടി രാമൻ നായരെയും സമീപിക്കുകയും സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് സ്ഥലം ആവശ്യമുള്ള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നത് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദ ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. അന്ന് ആ സമ്മേളനത്തിൻ്റെ സ്റ്റേജ് നിലനിന്നിരുന്നത് അമ്പലപ്പറമ്പിലെ പുരാതന ക്ഷേത്രത്തിന് സമീപമായിരുന്നു എന്നുകൂടി ചേർത്ത് വഴിക്കുമ്പോഴാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദത്തിന്, കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യ പ്രത്യേകത കൂടി കക്കാട് നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 21ാമത്തെ സമ്മേളനത്തിനുള്ള പ്രത്യേകതയാണ്. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സുവനീർ പുറത്തിറക്കിക്കൊണ്ടുള്ള സമ്മേളനം നടക്കുന്നത് കക്കാട് നടന്ന 21ാം സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൽ പുറത്തിറങ്ങിയ സുവനീർ എന്തുകൊണ്ടും ജ്ഞാനസമ്പുഷ്ടമായിരുന്നുവെന്ന് വളരെ കൃത്യമായി അതിൻ്റെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് 22ാം സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 22ാം സമ്മേളനം കാസർഗോഡ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 3ാമത്തെ സമ്മേളനവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 22ാം സമ്മേളനവുമാണ് കാസർഗോഡ് വെച്ച് നടക്കുന്നത്. 1963 ഡിസംബർ 27, 28, 29 തീയതികളിൽ കാസർഗോട്ടെ മാലിക് ദീനാർ നഗരിയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 22ാമത്തെ വാർഷികമായ ഈ സമ്മേളനം നടന്നത്. 29/12/1963 അഥവാ ഈ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന മുഷാവറയിലാണ്